വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. നമ്മൾ RRB എക്സാമുകൾക്ക് വേണ്ടിയുള്ള ജനറൽ സയൻസിലെ ഫിസിക്സ് എന്ന ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ആദ്യത്തെ 3 ക്ലാസ്സിൽ ലൈറ്റ് എന്ന ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നും ലൈറ്റിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് പഠിക്കാൻ പോകുന്നത് ലൈറ്റിലെ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയെ പറ്റിയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന നോട്ട് വേണമെന്നുള്ളവർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റിഫ്രാക്ഷൻ. അപ്പോൾ എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഈ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന കാര്യം പലതവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ ഈ വെച്ചേക്കുന്ന ഗ്ലാസ് അല്ലെ, ഈ പറയുന്ന കണ്ണാടി. ഈ കണ്ണാടി നടക്കുന്ന ഏതാണ് സത്യത്തിൽ? റിഫ്രാക്ഷനാണ്. നമ്മൾ മാഗ്നിഫയിങ് ഗ്ലാസ്സുകൾ കണ്ടിട്ടുണ്ട് അല്ലേ? അതിലൂടെ നോക്കുമ്പോൾ അക്ഷരം വലുതായി കാണും. അവിടെ നടക്കുന്നത് എന്താണ്? റിഫ്രാക്ഷനാണ്. നമ്മൾ ഇത്തരത്തിൽ പെൻസിൽ പോലുള്ള ഒരു വസ്തു ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ ഈ വെള്ളത്തിൽ മുങ്ങിയ പാർട്ടിൽ വെച്ച് ഇത് ബെൻഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അവിടെ നടക്കുന്നത് എന്താണ്? റിഫ്രാക്ഷനാണ്. ഒരു നാരങ്ങ ഒരു ഗ്ലാസ്സിനകത്ത് ഇട്ടിട്ട് അതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ആ നാരങ്ങ വലുതായി കാണും. നമ്മൾ സാധാരണ കടകളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വച്ചേക്കും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അവിടെ നാരങ്ങ വലുതായി കാണുന്നതിന് പിന്നിലും എന്ത് തന്നെയാണ്? റിഫ്രാക്ഷനാണ്. സോ എന്താണ് റിഫ്രാക്ഷൻ? ലൈറ്റിൻ്റെ പാത്തിലുണ്ടാകുന്ന ഒരു ചേഞ്ച്. ലൈറ്റിൻ്റെ പാത്തിലുണ്ടാകുന്ന ഒരു ചേഞ്ച് എപ്പോഴാണ്? ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ. ഇപ്പോൾ ഈ കണ്ണാടി എന്ന് പറയുന്ന ഗ്ലാസ് എന്ന് പറയുന്ന ഒരു മീഡിയമാണ്, ചുറ്റുമുള്ളത് എയറാണ്. അപ്പോൾ എയറിൽ നിന്ന് ലൈറ്റ് ഗ്ലാസ്സിലോട്ട് പോകുമ്പോൾ എന്ത് പറ്റുന്നു? അതിൻ്റെ പാത്തിന് ചേഞ്ച് സംഭവിക്കുന്നു. മാഗ്നിഫയിങ് ഗ്ലാസ് നടക്കുന്നതും നമ്മുടെ കണ്ണാടി നടക്കുന്നതും അതാണ്. ഇവിടെ നോക്കിയപ്പോഴത്തേക്കും പകുതി വെള്ളമാണ്, പകുതി എയറാണ്. വെള്ളത്തിൽ നിന്ന് ലൈറ്റ് എയറിലോട്ട് പോകുമ്പോഴത്തേക്കും ബെൻഡിങ് നടക്കുന്നു. അങ്ങനെ പെൻസിൽ നമുക്ക് വളഞ്ഞതായിട്ട് തോന്നുന്നു. ഇവിടെ അത് തന്നെയാണ് അല്ലേ? ഗ്ലാസ്സിനകത്തുള്ള വെള്ളം അതൊരു മീഡിയം, പുറത്തുള്ള എയർ മറ്റൊരു മീഡിയം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എന്താണ് റിഫ്രാക്ഷൻ എന്ന് ചോദിച്ചാൽ പറയാം. അപ്പോൾ റിഫ്രാക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ ഡീവിയേഷൻ ഇൻ ദ പാത്ത് അല്ലേ? ലൈറ്റിൻ്റെ പാത്തിലുണ്ടാകുന്ന ഡീവിയേഷനാണ്. എപ്പോൾ? വെൻ ഇറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പാത്തിലുണ്ടാകുന്ന ചേഞ്ചാണ് എന്ത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് മീഡിയം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയ മീഡിയത്തിനെ നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? അവരുടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അടിസ്ഥാനപ്പെടുത്തിയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യസ്തമായിട്ടുള്ള ഒരു മീഡിയത്തിൽ നിന്നും ലൈറ്റ് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ആ പറയുന്ന അല്ലെങ്കിൽ ആ പോകുന്ന ലൈറ്റിൻ്റെ പാത്തിലുണ്ടാകുന്ന ചേഞ്ചാണ് എന്തെന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഉദാഹരണങ്ങൾ തന്നിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഉദാഹരണങ്ങൾ കൂടെ നമ്മൾ പഠിച്ചു വേണം പോകാനായിട്ട്. അപ്പോൾ റിഫ്രാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ റിഫ്രാക്ഷൻ നടക്കാനായിട്ട് ഒരു റേ ഓഫ് ലൈറ്റ് വരും അല്ലെ? ആ വരുന്ന റേ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസിഡൻറ്റ് റേ. ആ ഇൻസിഡൻറ്റ് റേ ഒരു പ്രത്യേക പാത്തിൽ വന്നു. അപ്പോൾ ഏത് പോയിന്റിൽ വെച്ചാണോ ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെ? ഈ പറയുന്ന ലൈറ്റ് ഏത് പോയിന്റിൽ വെച്ചാണോ സെപ്പറേറ്റ് ചെയ്യുന്നത് ആ പോയിന്റിൽ വെച്ചാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നോർമലി ഈ ലൈറ്റ് പോകേണ്ട പാത്ത് ഈ പാത്തിലോട്ടായിരുന്നു. പക്ഷേ നമ്മൾ എന്താ കണ്ടത്? ലൈറ്റ് എയർ എന്ന് പറയുന്ന ഫസ്റ്റ് മീഡിയത്തിൽ നിന്നും, സപ്പോസ് ഞാനിതിനെ വാട്ടർ എന്ന് വിളിക്കുന്നു, വാട്ടർ എന്ന് പറയുന്ന രണ്ടാമത്തെ മീഡിയത്തിലോട്ട് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന പാത്ത് ഇങ്ങോട്ട് പോകേണ്ടതിന് പകരം ഇങ്ങോട്ട് ബെൻഡ് ചെയ്തു. ഇതാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിഫ്രാക്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം അറ്റ് ദ പോയിന്റ് ഓഫ് സെപ്പറേഷൻ ദ പാത്ത് ഓഫ് ദ ലൈറ്റ് വിൽ ബെൻഡ്. അതെങ്ങനെ ബെൻഡ് ചെയ്യാം? അകത്തേക്കും ബെൻഡ് ചെയ്യാം, പുറത്തേക്കും ബെൻഡ് ചെയ്യാം. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളിവിടെ നടക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർ ആരൊക്കെയാണെന്നൊന്ന് തിരിച്ചറിയണം. അപ്പോൾ വരുന്ന റേ നമ്മൾ വിളിക്കുന്ന പേര് ഇൻസിഡൻറ്റ് റേ. റിഫ്രാക്ഷന് പഠിച്ച പോലെ തന്നെ അവിടെ തട്ടിപ്പോയ റേയെ നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്ന് വിളിച്ചു. ഇവിടെ റിഫ്രാക്ഷൻ നടക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് വിളിച്ചു? റിഫ്രാക്റ്റഡ് റേ എന്ന് വിളിച്ചു. ഈ പറയുന്ന പോയിൻ്റാണ് പോയിന്റ് ഓഫ് സെപ്പറേഷൻ ഓഫ് ദ മീഡിയം, അതായത് ബൗണ്ടറിയിലുള്ള പോയിന്റ്. ഈ ബൗണ്ടറിയുള്ള പോയിന്റ് നമ്മൾ വരയ്ക്കുന്ന 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ലൈനിനെ വിളിക്കുന്ന പേരാണ് നോർമൽ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ പറയുന്ന നോർമലും ഇൻസിഡൻറ്റ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണെന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ I എന്ന് ഡിനോട്ട് ചെയ്യും. ഇനി ഈ പറയുന്ന റിഫ്രാക്റ്റഡ് റേയും നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, നമ്മൾ R എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയല്ലോ. ഇതാണ് റിഫ്രാക്ഷൻ്റെ അടിസ്ഥാനം. അപ്പോൾ വരുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് റിഫ്രാക്ഷൻ ഉണ്ടാകുന്നത്? റിഫ്രാക്ഷൻ ഉണ്ടാകുന്നതിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യസ്തമുള്ള മീഡിയത്തിലൂടെ പോകുമ്പോഴാണ് ഇത് നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഓരോ മീഡിയത്തിലൂടെയും ലൈറ്റ് പോകുന്നത് ഒരു പ്രത്യേക വെലോസിറ്റിയിലായിരിക്കും. ഉദാഹരണത്തിന് ശൂന്യത അഥവാ വാക്യൂമിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്ന വെലോസിറ്റി 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇതൊന്ന് പഠിച്ചു വെച്ചോ. ഇത് അല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ലൈറ്റ് വാക്യൂമിലൂടെ സഞ്ചരിക്കുന്ന വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ അത്
3 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതിന് നമ്മൾ സ്മോൾ സി എന്ന ലെറ്റർ കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇനി വെള്ളത്തിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 2.25 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഗ്ലാസ്സിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്ന വെലോസിറ്റി ഒരു അപ്രോക്സിമേറ്റ്ലി 2 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡയമണ്ടിലൂടെ സഞ്ചരിക്കുന്നത് 1.25 ഇൻറ്റു 10⁸. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഏറ്റവും വേഗത്തിൽ ലൈറ്റ് സഞ്ചരിക്കുന്നത് ഏത് മീഡിയത്തിലാണെന്ന് ചോദിച്ചാൽ അതെന്തിലൂടെയാണ്, അത് വാക്യൂമിലൂടെയാണ്. നമ്മുടെ പരിചയമുള്ള മീഡിയങ്ങളിൽ ഏറ്റവും സ്ലോ ആയിട്ട് പോകുന്ന ഏതിലൂടെയാണെന്ന് ചോദിച്ചാൽ അത് ഡയമണ്ടിലൂടെയാണ്. അപ്പോൾ ഓരോ മീഡിയത്തിലൂടെയും ലൈറ്റ് സഞ്ചരിക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പോൾ ഈ പറയുന്ന ലൈറ്റിൻ്റെ വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണമാണ് സത്യത്തിൽ എന്ത് സംഭവിക്കുന്നത്, റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. അതായത് ഇപ്പോൾ എയർ എന്ന് പറയുന്ന ഈ മീഡിയത്തിലൂടെ ലൈറ്റ് 3 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന ഹൈ വെലോസിറ്റി വന്ന് ഈ പോയിന്റ് എത്തുമ്പോഴത്തേക്കും ലൈറ്റിൻ്റെ വെലോസിറ്റി കുറയും. നിങ്ങൾ വണ്ടി സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, പെട്ടെന്നൊരു ഒരാൾ കുറുകെ ചാടുന്ന കണ്ടു, അല്ലെങ്കിൽ റോഡിലും കുണ്ടും കുഴിയും കണ്ടു, നിങ്ങൾ ആഞ്ഞ് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പാത്ത് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നിങ്ങളൊരു ഹൈ സ്പീഡിൽ കാറിൽ പോവുകയാണ്, പെട്ടെന്ന് റോഡിലൊരു ഹമ്പ് വരുന്ന കണ്ടു, നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ ബ്രേക്ക് കുത്തിച്ചവിട്ടി. അപ്പോൾ എന്ത് പറ്റും, ABS ഉള്ള വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ സ്കിഡ് ചെയ്യത്തില്ല, ABS ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ എന്ത് ചെയ്യും, ഒന്ന് സ്കിഡ് ചെയ്യും, അതിൻ്റെ പാത്ത് ചേഞ്ച് ചെയ്യും. ഇവിടെ അതുപോലെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം ദ സ്പീഡ് ഓഫ് ദ ലൈറ്റ് വിൽ ചേഞ്ച്. അപ്പോൾ ഇതാണ് കാര്യം, ലൈറ്റിൻ്റെ വേഗതയുണ്ടാകുന്ന വ്യത്യാസം കാരണമാണ് സത്യത്തിൽ എന്ത് സംഭവിക്കുന്നത്, റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടെ പഠിച്ചു വയ്ക്കേണ്ട മറ്റൊരു പോയിന്റ്, ലൈറ്റ് വാക്യൂമിലൂടെ സഞ്ചരിക്കുന്ന വേഗത കാണാതെ പഠിച്ചു വെച്ചേക്കണം, ഡയമണ്ടിലൂടെ സഞ്ചരിക്കുന്ന വേഗത കാണാതെ പഠിച്ചു വയ്ക്കണം. പക്ഷേ ഡയമണ്ടിലാണ് ഏറ്റവും സ്ലോ ആയിട്ട് ലൈറ്റ് സഞ്ചരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം. അപ്പോൾ ഒരു മീഡിയം നമ്മൾ എടുക്കുന്നു, മറ്റൊരു മീഡിയം എടുക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ എയറിൽ നിന്ന് നമ്മൾ വാട്ടറിലോട്ട് പോയി, എപ്പോഴും ഇങ്ങനെ ആവണമെന്നില്ലല്ലോ. ഇനി വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലോട്ട് പോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്തു, എയറിലോട്ട് പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ മീഡിയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അപ്പോൾ തന്നിട്ടുള്ള മീഡിയം എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ വെലോസിറ്റി എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നതാണ് എന്ത്, നമ്മുടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. എന്നാന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഒരു പ്രോപ്പർട്ടിയാണ് ആരുടെ, ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയലിൻ്റെ. എന്താ പ്രോപ്പർട്ടി ചെയ്യുന്നത്, അത് ലൈറ്റിൻ്റെ വെലോസിറ്റി ആ മീഡിയത്തിൽ എത്രയാണെന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് എന്ത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ട്രാൻസ്പാരൻറ്റ് മീഡിയം ദാറ്റ് മെഷേഴ്സ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ മെറ്റീരിയൽ. ആ ഗിവൺ മെറ്റീരിയലിലൂടെ ലൈറ്റ് എത്ര വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ടേമാണ് എന്ത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു മീഡിയത്തിൽ ഏതോ ആയിക്കോട്ടെ മറ്റൊരു മീഡിയവുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആ മീഡിയത്തിൽ ലൈറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് കുറവാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ഡെൻസർ മീഡിയം എന്ന് വിളിക്കും. അപ്പോൾ മനസ്സിലാക്കുക, ഒരു മീഡിയത്തിൽ ലൈറ്റിൻ്റെ വെലോസിറ്റി കുറവാണെങ്കിൽ നമ്മളതിനെ എന്തെന്ന് വിളിക്കും, ഡെൻസർ മീഡിയം എന്ന് വിളിക്കും. ഇനി ഒരു മീഡിയത്തിൽ ലൈറ്റിൻ്റെ വെലോസിറ്റി വളരെയധികം കൂടുതലാണെങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും, റെയറർ മീഡിയം എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. അത് ഓർത്ത് വയ്ക്കാമല്ലോ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയാൽ വെലോസിറ്റി കുറയും, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണെങ്കിൽ അല്ലെങ്കിൽ വെലോസിറ്റി കുറവാണെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? ഒരു മീഡിയം ലൈറ്റിൻ്റെ വേഗതയെ, ഒരു ട്രാൻസ്പാരൻ്റ് മീഡിയം ലൈറ്റിൻ്റെ വേഗതയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ടേമാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒരു മീഡിയം നമ്മൾ മറ്റൊരു മീഡിയമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ്, ഒരു മീഡിയം നമ്മൾ മറ്റൊരു മീഡിയമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് ലൈറ്റിൻ്റെ വേഗത കൂടുതലാണെങ്കിൽ അത് റെയറർ മീഡിയം, കുറവാണെങ്കിൽ അത് ഡെൻസർ മീഡിയം. അപ്പോൾ നമുക്ക് പറയാം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ വെലോസിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡെൻസർ മീഡിയവും റെയർ മീഡിയവും തിരിച്ചറിയുന്നത് ത്രൂ കമ്പാരിസൺ. അപ്പോൾ എന്താ ഡെൻസർ മീഡിയം? ദ ഡെൻസർ മീഡിയം ആർ ദോസ് മീഡിയം ഇൻ വിച്ച് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഡിക്രീസസ് ആസ് ഇറ്റ് ട്രാവൽസ് ത്രൂ ദം. ഏറ്റവും നല്ല ഉദാഹരണം, ഒരു ഡെൻസർ മീഡിയത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ഏതെന്ന് പറയാം, നമ്മളിപ്പോൾ പഠിച്ച ഡയമണ്ട് എന്ന് പറയുന്നത് നല്ലൊരു ഡെൻസർ മീഡിയമാണ്. പക്ഷേ ഇത് കമ്പാരിസൺ അടിസ്ഥാനപ്പെടുത്തിയാണ് ഡെൻസിറ്റി നമ്മൾ പറയുന്നത്. ഇനി എന്താണ് ഒരു റെയറർ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെയർ മീഡിയത്തിൽ എന്തായിരിക്കും, അവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പറയുന്നത്. ഇനി അപ്പോൾ ഇതിവിടെ എടുത്ത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തോ പ്രശ്നമുണ്ടല്ലേ, ഒരു ലൈറ്റ് ഡെൻസ് മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലോട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ റെയർ മീഡിയത്തിൽ നിന്നും ഡെൻസ് മീഡിയത്തിലോട്ട് പോകുമ്പോഴും അവിടെ ലൈറ്റ് ബെൻഡ് ചെയ്യുന്ന പാത്തിൽ വ്യത്യാസം ഉണ്ട്.
അതായത് ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാണ്, ലൈറ്റ് ഒരു റെയർ മീഡിയത്തിൽ നിന്നും ഒരു ഡെൻസ് മീഡിയത്തിലോട്ട് പോകുന്നു എന്ന് കരുതുക. ലൈറ്റ് ഒരു റെയർ മീഡിയത്തിൽ നിന്നും ഒരു ഡെൻസ് മീഡിയം എന്ന് വെച്ചാൽ ഇവിടെ വേഗത വളരെയധികം കൂടുതലായിരുന്നു, ഇവിടെ വേഗത വളരെയധികം കുറവാണ്. അപ്പോൾ വേഗത കൂടുതൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു മീഡിയം പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, വേഗത കുറഞ്ഞൊരു മീഡിയത്തിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കണ്ടൊരു കാര്യം, നമ്മുടെ പാത്ത് ഓഫ് ദ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നത് പ്രത്യേക ദിശയിലാണ്. എങ്ങോട്ടാണ്? ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. എങ്ങോട്ട് ബെൻഡ് ചെയ്യും? ടുവേർഡ്സ് ദ നോർമലാണ് എന്ത് ചെയ്യുന്നത്, ബെൻഡ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഇതാണ് മീഡിയം, ഇതാണ് നോർമൽ, ഇതാണ് വരുന്ന ലൈറ്റ് എങ്കിൽ ഇങ്ങോട്ട് പോകേണ്ടതിന് പകരം നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. ലൈറ്റ് ഒരു റെയർ മീഡിയത്തിൽ നിന്നും ഡെൻസ് മീഡിയത്തിലോട്ട് പോകുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. അടുത്ത് ഇതേ ലൈറ്റ് പോകുന്നത് ഒരു ഡെൻസ് മീഡിയത്തിൽ നിന്നും തിരിച്ച് റെയർ മീഡിയത്തിലോട്ടാണ് വിചാരിക്കുക. അപ്പോൾ ഇവിടുത്തെ അതേ കേസ്, താഴെ ഗ്ലാസ്, മുകളിൽ എയർ. ഗ്ലാസ് എന്ന് പറയുന്നത് ഡെൻസ് മീഡിയം, എയർ എന്ന് പറയുന്നത് റെയർ മീഡിയം. അപ്പോൾ ലൈറ്റ് സഞ്ചരിക്കുന്നത് എവിടെ നിന്നാണ്? ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ടാണ്. അപ്പോൾ നോർമലി പോകേണ്ട പാത്ത് ഇതായിരുന്നു, പക്ഷേ ഇത് എന്ത് ചെയ്തു? അത് നോർമലിൽ നിന്ന് ദൂരേക്ക് ബെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ ലൈറ്റ് റേ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. എവേ ഫ്രം ദ നോർമൽ എന്ത് ചെയ്തു? ലൈറ്റ് ബെൻഡ് ചെയ്യും. ഇനി മൂന്നാമത്തെ പോയിന്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ലൈറ്റ് വന്ന് വീഴുന്നത് എങ്ങനെയാണ്? ടുവേർഡ്സ് നോർമൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ലൈറ്റ് വരുന്നത് എങ്ങനെയാണ്? ടുവേർഡ്സ് നോർമൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മീഡിയം ഞാൻ വരച്ചു, ആ മീഡിയത്തിൽ 90 ഡിഗ്രി ലൈൻ വരച്ചു, അതാണ് നോർമൽ എന്ന് പറയുന്നത്. ലൈറ്റ് റേ വരുന്നത് ഈ നോർമലിന് എലോങ് ആണ്, അല്ലെങ്കിൽ ടുവേർഡ്സ് നോർമൽ, അല്ലെങ്കിൽ എന്താണ്? എലോങ് ദ നോർമൽ എന്ന് പറയാം. എന്താണ്? എലോങ് ദ നോർമൽ. അപ്പോൾ ലൈറ്റ് റേ വരുന്ന ഈ നോർമലിന് നേരെയാണെങ്കിൽ നമ്മൾ കണ്ടൊരു കാര്യം, ലൈറ്റ് റേക്ക് എന്ത് സംഭവിക്കത്തില്ല? ഒരു ബെൻഡിങ്ങും സംഭവിക്കത്തില്ല, അത് അതേ പാത്തിൽ തന്നെ പോവും. അപ്പോൾ ഇവിടെ എന്ത് പറയാൻ പറ്റും? എലോങ് ദ നോർമൽ അല്ലെങ്കിൽ ത്രൂ ദ നോർമലാണ് ലൈറ്റ് വരുന്നതെങ്കിൽ ദർ ഈസ് നോ ബെൻഡിങ്. അവിടെ എന്തുണ്ടാവത്തില്ല? അവിടെ റിഫ്രാക്ഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ എന്താണ് റിഫ്രാക്ഷൻ? ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി പറയണം, ഒബ്ലിക്കലി എന്നൊരു വാക്ക് കൂടെ പറയണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡെഫിനിഷൻ പറഞ്ഞതിനകത്ത് നിങ്ങൾ കറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ലിക്കലി എന്നൊരു വാക്ക് കൂടെ അവിടെ ഉണ്ടെങ്കിലേ കറക്റ്റ് ഉത്തരം ആവുള്ളൂ. ഒബ്ലിക്കലി, ചരിഞ്ഞ് പതിക്കണം. ഓക്കെ, തൽക്കാലം മനസ്സിലാവാനാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ലൈറ്റ് റേക്ക് നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? ലൈറ്റ് റേക്ക് നമ്മൾ ഓരോ മീഡിയത്തിൽ കൂടെ പോകുമ്പോഴും ഓരോ വെലോസിറ്റിയാണ്. ആ വെലോസിറ്റി അടിസ്ഥാനപ്പെടുത്തി നമ്മൾ മീഡിയത്തിനെ ഡെൻസർ മീഡിയം ഒന്നും റെയർ മീഡിയം ഒന്നും തിരിച്ചിട്ടുണ്ട്. ഡെൻസ് മീഡിയത്തിൽ ലൈറ്റിൻ്റെ വെലോസിറ്റി കുറവും റെയർ മീഡിയത്തിൽ ലൈറ്റിൻ്റെ വെലോസിറ്റി കൂടുതലുമാണ്. ലൈറ്റ് ഒരു ഡെൻസ് മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിൽ പോകുമ്പോഴും അതുപോലെ തന്നെ റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസ് മീഡിയത്തിൽ പോകുമ്പോഴും ബെൻഡിങ്ങിന് ഓരോ ദിശയാണ്. അതായത് ലൈറ്റ് ഒരു റെയർ മീഡിയത്തിൽ നിന്നും ഡെൻസ് മീഡിയത്തിലോട്ട് പോകുകയാണെങ്കിൽ ലൈറ്റ് എന്ത് ചെയ്യും? ടുവേർഡ്സ് നോർമൽ ബെൻഡ് ചെയ്യുകയും ഒരു ഡെൻസ് മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിൽ പോകുമ്പോൾ എവേ ഫ്രം ദ നോർമൽ ബെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ലൈറ്റ് പോകുന്നത് ത്രൂ ദ നോർമൽ ആണെങ്കിൽ അവിടെ ഒരു തരത്തിലുള്ള ബെൻഡിങ്ങും ഉണ്ടായിരിക്കുന്നത് അല്ല. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഒരു ഗ്ലാസ് സ്ലാബിലൂടെയുള്ള റിഫ്രാക്ഷൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം സംഭവമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇതാണ് ഒരു ഗ്ലാസ് സ്ലാബ്, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഗ്ലാസിൻ്റെ ഒരു ബ്ലോക്കിനെയാണ് നമ്മൾ ഗ്ലാസ് സ്ലാബ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ് സ്ലാബ് നിർമ്മിച്ചിട്ടുള്ളത് ഗ്ലാസ് ആണ്, അതിന് ചുറ്റും എന്താണ്? എയർ ആണ്. അപ്പോൾ ഒരു റേ ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുകയാണ്? അതാ വന്നിങ്ങനെ വീഴുകയാണ്. അങ്ങനെ വന്ന് വീഴുമ്പോൾ നോർമലി ആ ലൈറ്റ് പോകേണ്ടിയിരുന്ന പാത്ത് എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ലൈറ്റ് അങ്ങനെ പോയോ? ഇല്ല. കാരണം ലൈറ്റ് പോയത് എവിടെ നിന്നാണ്? ലൈറ്റ് പോയത് എയറിൽ നിന്നും എങ്ങോട്ടാണ്? ഗ്ലാസ്സിലേക്കാണ്. നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചു, ഇങ്ങനെ രണ്ടുപേരെ നോക്കുന്ന സമയത്ത് എയർ എന്ന് പറയുന്നത് ഒരു റെയർ മീഡിയവും ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു ഡെൻസ് മീഡിയവും ആണ്. അപ്പോൾ റെയറിൽ നിന്ന് ഡെൻസിൽ പോകുമ്പോൾ ടുവേർഡ്സ് നോർമലാണ് ബെൻഡ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്തു? ഈ ലൈറ്റ് റേ ഇതാ ഇങ്ങോട്ട് ബെൻഡ് ചെയ്തു, ഇതാ ഇങ്ങനെ പോയി. അങ്ങനെ പോയി എവിടെ എത്തി? ഇതാ ഈ പോയിന്റിൽ എത്തി. അപ്പോൾ ഈ പോയിന്റിൽ എത്തിയപ്പോൾ ലൈറ്റ് പോകുന്നത് എവിടെ നിന്നാണ്? ലൈറ്റ് പോകുന്നത് ഗ്ലാസ്സിൽ നിന്നും തിരിച്ചെങ്ങോട്ടാണ് പോകുന്നത്? എയറിലേക്കാണ്. സോ നമുക്കറിയാം ഗ്ലാസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഒരു ഡെൻസ് മീഡിയവും എയർ എന്ന് പറയുന്ന ഒരു റെയർ മീഡിയവുമാണ്. അപ്പോൾ ലൈറ്റ് പോകുന്നത് ഡെൻസിൽ നിന്നും റെയറിലാണെങ്കിൽ എവേ ഫ്രം ദ നോർമലാണ് ബെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഈ ലൈറ്റ് റേ ഇതാ എവേ ഫ്രം ദ നോർമൽ ബെൻഡ് ചെയ്തു ഇങ്ങോട്ട് പോയി. ഇതാണ് റിഫ്രാക്ഷൻ്റെ വ്യത്യാസം. അപ്പോൾ എന്താ ഇവിടെ ഞാൻ ഒരു സംഭവം എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാൽ എന്താണ്? വേറൊന്നുമല്ല, നോക്ക്, വന്ന് കയറി ഇൻസിഡൻറ്റ് റേ പോകേണ്ടിയിരുന്ന പാത്താണ് ഞാൻ ഇവിടെ ഈ മാർക്ക് ചെയ്യുന്നത്. ഇനി ഗ്ലാസ് സ്ലാബിൽ നിന്ന് പുറത്തു പോയ ഈ റേ നമ്മൾ എമർജൻറ്റ് റേ എന്ന് വിളിക്കും. ഈ എമർജൻറ്റ് റേയും ഈ പറയുന്ന ലൈറ്റ് പോകേണ്ട പാത്തിനും ഇടയിലുള്ള ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ എൽ അഥവാ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആരാണ്?
പാത്ത് ഓഫ് ദ ഇൻസിഡൻറ്റ് റേ, അതാണ് ദാ ഈ വരച്ചേക്കുന്നത്. പാത്ത് ഓഫ് ദ ഇൻസിഡൻറ്റ് റേയും അതുപോലെ തന്നെ എന്താണ് പാത്ത് ഓഫ് ദ എമർജൻറ്റ് റേ, ഇതാണ് പാത്ത് ഓഫ് ദ എമർജൻറ്റ് റേ. അപ്പോൾ പാത്ത് ഓഫ് ദ ഇൻസിഡൻറ്റ് റേയും പാത്ത് ഓഫ് ദ എമർജൻറ്റ് റേക്കും ഇടയിലുള്ള പെർപെൻഡിക്കുലർ ദൂരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത്രയും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും പറയുമ്പോൾ നമ്മളെ ബേസിക് റിഫ്രാക്ഷൻ കഴിയുന്നു. അപ്പോൾ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബെൻഡിങ് പറയുന്നതുകൊണ്ട് ഞാനിവിടെ ഒരു ചെറിയ ടോപ്പിക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ടോപ്പിക്കിൻ്റെ പേരാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പഠിക്കാനായിട്ട് നമ്മൾ ആദ്യം 2 മീഡിയങ്ങളുണ്ടെന്ന് സങ്കല്പിക്കുക. ഈ മുകളിൽ കാണുന്ന മീഡിയം എന്ന് പറയുന്നത് ഞാൻ ഒരു റെയർ മീഡിയമാണെന്ന് പറയുന്നു. താഴെയുള്ള മീഡിയം എന്ന് പറയുന്നത് ഒരു ഡെൻസ് മീഡിയമാണെന്ന് പറയുന്നു. ലൈറ്റ് സഞ്ചരിക്കുന്നത് ഒരു ഡെൻസ് മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലോട്ടാണ്. ലൈറ്റ് സഞ്ചരിക്കുന്നത് ഒരു ഡെൻസ് മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലോട്ടാണ്. പോയിന്റ് എത്തി. അപ്പോൾ ഈ പോയിന്റിൽ എത്രത്തോളം ബെൻഡിങ് ഒക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് വരച്ചു? ഒരു നോർമൽ വരച്ചു. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറ, വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം എ ഡെൻസർ മീഡിയം ടു എ റെയറർ മീഡിയം ലൈറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ, അല്ലേ? അപ്പോൾ നോർമലി ഇത് ഇങ്ങനെ പോകേണ്ട ലൈറ്റ് അങ്ങനെ പോകുമോ? ഇല്ല. അതെന്ത് ചെയ്യും? എവേ ഫ്രം ദ നോർമൽ ബെൻഡ് ചെയ്യും. ഇത്രത്തോളം ബെൻഡിങ് നടന്നു. ഇതാണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറച്ചുകൂടെ കൂട്ടിയെന്ന് വിചാരിക്കുക. അത് ഞാൻ കുറച്ചും കൂടി കൂടിയൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണ് ലൈറ്റ് റേ കൊണ്ടുവന്ന് അതേ മീഡിയത്തിൽ ഇടിപ്പിച്ചതെങ്കിൽ എന്ത് പറ്റും? ആദ്യം ബെൻഡ് ചെയ്തതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യും? ലൈറ്റ് റേ ബെൻഡ് ചെയ്യും. ഞാൻ വീണ്ടും എന്ത് ചെയ്തു? ലൈറ്റ് റേയുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ കൂട്ടി ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്തിയപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ എന്ത് സംഭവിച്ചു? ലൈറ്റ് റേ എന്ന് പറയുന്നത് എന്ത് പറ്റി? സെപ്പറേറ്റ് സെക്കൻഡ് മീഡിയത്തിൽ പോകാതെ ഈ പറയുന്ന സെപ്പറേറ്റിംഗ് മീഡിയത്തിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് ഞാൻ കണ്ടു. അതായത് ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിട്ട് മാറി? 90 ഡിഗ്രി ആയിട്ട് മാറി. അങ്ങനെ മാറിയപ്പോഴുള്ള ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ ഞാൻ വിളിക്കുന്ന പേരാണ് IC, അഥവാ എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ. എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ എന്താ ക്രിട്ടിക്കൽ ആംഗിൾ പ്രത്യേകത? ക്രിട്ടിക്കൽ ആംഗിളിൽ ഒരു റേ ഓഫ് ലൈറ്റ് ഒരു ഡെൻസ് മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിൽ പോകുമ്പോൾ ആ പറയുന്ന റിഫ്രാക്റ്റഡ് റേ അടുത്ത മീഡിയത്തിലേക്ക് പോകാതെ ഈ പറയുന്ന സെയിം മീഡിയത്തിൽ തന്നെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഈ മീഡിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറിക്ക് എലോങ് ആയിട്ട് എന്ത് ചെയ്യും? പോകും. അതായത് അവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയായി മാറും? 90 ഡിഗ്രി ആയിട്ട് മാറും. ആ ആംഗിളിലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ? ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി. എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ പഠിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ ഈ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടിയ ഒരു ആംഗിളിലാണ്, ഞാൻ ഈ പറയുന്ന ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ഇപ്പോൾ ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടിയ ഒരു ആംഗിളിലാണ് ഞാൻ ലൈറ്റിനെ കൊണ്ട് ഇടിച്ചതെങ്കിൽ എന്ത് പറ്റും? ലൈറ്റ് റേ വീണ്ടും എന്ത് ചെയ്യും? എവേ ഫ്രം ദ നോർമൽ ബെൻഡ് ചെയ്ത് അത് ഈ വന്ന പാത്തിലേക്ക് തന്നെ തിരിച്ചു പോകും, അല്ലെങ്കിൽ വന്ന മീഡിയത്തിലേക്ക് തന്നെ എന്ത് ചെയ്യും? തിരിച്ചു പോകും. അപ്പോൾ ഇവിടെ നടക്കുന്നു, ലൈറ്റ് വരുന്നു, തട്ടി തിരിച്ചു പോകുന്നു. അതിനല്ലേ നമ്മൾ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ റിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടോ? ഉണ്ട്. പക്ഷേ ഈ റിഫ്ലക്ഷൻ ഉണ്ടായത് എന്ത് കാരണമാണ്? അത് ഉണ്ടായത് എന്ത് കാരണമാണ്? റിഫ്രാക്ഷൻ കാരണമാണ്. അപ്പോൾ റിഫ്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന റിഫ്ലക്ഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. നമ്മൾ TIR എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? TIR, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ വാട്ട് ഈസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. ആദ്യം പറയേണ്ട പോയിന്റ്, വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം എ ഡെൻസ് മീഡിയം ടു എ റെയർ മീഡിയം and the angle of incidence is greater than the critical angle, then the ray of light will comes back to the same medium. This is called total internal reflection. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എന്ത്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. 2 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഒന്ന്, എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വെച്ചാൽ ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിട്ട് മാറുന്നത്, ആ ആംഗിളാണ് ആ മീഡിയത്തിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടിയൊരു ആംഗിളിലാണ് ലൈറ്റ് റേ പോയിട്ട് ഒരു ഡെൻസ് മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലോട്ട് എത്തുന്നതെങ്കിൽ ആ ലൈറ്റ് റേ എന്ത് ചെയ്യും? തിരിച്ച് അതേ പാത്തിലേക്ക് തിരിച്ചു വരും. ഇതിനെ വിളിക്കുന്ന പേര് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. നോക്കാം എന്താണ് ഇപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഈസ് ദ ഫിനോമിനൻ ഓഫ് റിഫ്ലക്ഷൻ ഓഫ് റേ ഓഫ് ലൈറ്റ് ബാക്ക് ടു ദ സെയിം മീഡിയം വെൻ പാസിംഗ് ഫ്രം എ ഡെൻസർ മീഡിയം ടു എ റെയറർ മീഡിയം.
അല്ലേ? അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്ന ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണെങ്കിൽ ലൈറ്റ് സഞ്ചരിക്കുന്നത് ഇവിടെ നിന്നായിരിക്കണം, ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്നും ഒരു റെയർ മീഡിയത്തിലോട്ടാണെങ്കിൽ എന്ത് പറ്റും? ഈ പറയുന്ന ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. അപ്പോൾ കണ്ടീഷൻസ് ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? റേ വരേണ്ടത് എവിടെ നിന്നായിരിക്കണം? ഒരു ഡെൻസ് മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലായിരിക്കണം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിട്ടിക്കൽ ആംഗിൾ ഇസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എത്രയാണ്? റിഫ്രാക്ഷൻ ഈസ് എത്രയായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ എക്സാമ്പിൾസ് ആണ്. അതിൽ ആദ്യം വരുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡയമണ്ട്. നിങ്ങൾക്കറിയാലോ, ഡയമണ്ട് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഷേപ്പിലല്ല നാച്ചുറലി ഉണ്ടാവുന്നത്. നമ്മളതിനെ കട്ട് ചെയ്താണ് ഈ ഒരു ഷേപ്പ് ആക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡയമണ്ട് എന്ന് പറയുന്ന വസ്തുവിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 23 ഡിഗ്രിയാണ്. അപ്പോൾ 23 ഡിഗ്രിക്ക് മുകളിലുള്ള ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ലൈറ്റ് റേ ഡയമണ്ടിനകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ലൈറ്റ് റേ വരുന്നു, അത് എന്ത് ചെയ്യുന്നു? ഇതാ ഇവിടെ വന്ന് തട്ടുന്നു. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളേക്കാൾ കൂടുതലായിരിക്കും. സോ എന്ത് പറ്റും? ലൈറ്റ് അത് പുറത്തേക്ക് പോകാതെ അകത്ത് തന്നെ റിഫ്ലക്ട് ചെയ്യപ്പെടും. അത് വീണ്ടും ഇവിടെ തട്ടും, ഇവിടെ തട്ടും, ഇവിടെ തട്ടും, ഇവിടെ തട്ടും, തട്ടിയാണ് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയമണ്ട് തിളങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യും, അല്ലെ? ഡയമണ്ടിനകത്ത് എന്തോ ഒരു ലൈറ്റ് ഉള്ളതുപോലെ ഒരു തിളക്കം നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ പറയുന്ന ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അതിനകത്ത് നടക്കുന്നത് കൊണ്ട് ആണ്. നമ്മളിതുവരെ പഠിച്ചതിനകത്തുള്ള നല്ലൊരു ഡെൻസർ മീഡിയത്തിന് ഉദാഹരണമാണെന്ത്? ഡയമണ്ട് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് മിറേജ്. മിറേജ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെ വെള്ളം കിടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, അല്ലേ? ദൂരെയുള്ള വസ്തുവിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് താഴെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കാണുന്നതിനെയാണ് നമ്മൾ മിറേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മിറേജ് ഉണ്ടാകുന്നതിൻ്റെ റീസൺ ഇത് തന്നെയാണ്. ചൂടാവുന്ന സമയത്ത് നമ്മുടെ സർഫസിലുള്ള എയർ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ചൂടാവുകയും അതിന് മുകളിലുള്ള എയർ എന്ന് പറയുന്നത് അത്രത്തോളം ചൂടാകാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന മരത്തിൽ നിന്ന് വരുന്ന റേ ഓഫ് ലൈറ്റ് ഇവിടെ തട്ടി എന്ത് ചെയ്യും? റിഫ്ലക്ഷൻ സംഭവിച്ച് നമ്മുടെ കണ്ണിലെത്തും. അപ്പോൾ നമ്മുടെ കണ്ണ് പറയും എന്താണ്? ലൈറ്റ് റേ എവിടെ നിന്നാണോ വന്നത് അവിടെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന മരത്തിൻ്റെ തല കീഴായുള്ള ഒരു ഇമേജ് നമുക്കിവിടെ എന്ത് പറ്റും? കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ പറ്റുമ്പോൾ നമുക്കിവിടെ സംഭവിക്കുന്നതാണ് മിറേജ്. അപ്പോൾ അതിന് പിന്നിലും എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്. ഒപ്റ്റിക്കൽ ഫൈബറും എൻഡോസ്കോപ്പിയും. നിങ്ങൾ ഒപ്റ്റിക്കൽ ഫൈബറിനെ പറ്റി കേട്ടിട്ടുണ്ട്, അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ നെറ്റ് വരുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണ്. എന്താണ്? ഡേറ്റ കമ്മ്യൂണിക്കേഷൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി കൊണ്ടുവന്നൊരു ടെക്നോളജിയാണ് ഒപ്റ്റിക് ഫൈബർ ടെക്നോളജി. അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഡേറ്റയെ നമ്മൾ ഒപ്റ്റിക്കൽ സിഗ്നലായിട്ട് മാറ്റും. എന്തായിട്ട് മാറ്റും? ഒപ്റ്റിക്കൽ സിഗ്നലായിട്ട് മാറ്റും. എന്നിട്ട് ഈ പറയുന്ന ഒപ്റ്റിക്കൽ ഫൈബറിന് പ്രത്യേക ഡിസൈനുണ്ട്. അകത്തൊരു മെറ്റീരിയൽ, പുറത്തൊരു മെറ്റീരിയൽ. ഈ പറയുന്ന അകത്തെന്ന് പറയുന്നത് ഡെൻസർ മീഡിയവും പുറത്തിരിക്കുന്ന ഒരു റെയർ മീഡിയം ആയിരിക്കും. റേ ഓഫ് ലൈറ്റ് വന്ന് തട്ടുന്നു, ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ചെയ്ത് ലൈറ്റ് സഞ്ചരിക്കുന്ന വേഗതയിൽ എന്ത് പറ്റും? ഡേറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതും എന്താണ്? ഒരു എക്സാമ്പിളാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ. എൻഡോസ്കോപ്പി നിങ്ങൾക്കറിയാം, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറ്റിവിടുന്ന സാധനമാണ്. അതിനകത്ത് ഉപയോഗിക്കുന്നതും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇതിപ്പോൾ എന്തുകൊണ്ട് പറയുമെന്ന് വെച്ചാൽ, ഡയമണ്ട് തിളങ്ങുന്നത്, മിറേജ് ഉണ്ടാകുന്നത്, ഒപ്റ്റിക് ഫൈബർ, എൻഡോസ്കോപ്പിക്ക് പുറകിലുള്ള പ്രിൻസിപ്പിൾ എന്തെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അവിടെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് റിഫ്രാക്ഷൻ ഉണ്ടാവും. പക്ഷേ കറക്റ്റ് ഉത്തരം 2, 3, 4ാമത്തെ ഓപ്ഷൻ കിടക്കുന്ന ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ചിലപ്പോൾ അതിന് ഷോർട്ട് ഫോം ആയിട്ട് TIR എന്ന് പറയും. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ കൊടുത്തോളാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അല്ലേ? ഇപ്പോൾ ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൻ്റെ തന്നെ 4ാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ഇങ്ങനെ പോയാൽ ഒരുപാട് പാർട്ട് ഉണ്ടാവുമോ എന്ന് ചോദിച്ച സംശയം വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു 20 മിനിറ്റ് താഴെ വരുന്ന അല്ലെങ്കിൽ 20-25 മിനിറ്റ് മാക്സിമം വരുന്ന ക്ലാസ്സുകളെ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, അല്ലേ? ഒരു 20 മിനിറ്റ് മുകളിലൊന്നും നമുക്കൊരു വീഡിയോ ക്ലാസ് ഒന്നും കണ്ട് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റത്തില്ല. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ ഉള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾ തന്നെ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി കാണുന്ന ടോപ്പിക്ക് മൊത്തം വേസ്റ്റ് ആയിരിക്കും, അല്ലേ? നിങ്ങൾക്കിപ്പോൾ പലരും ജോലി ചെയ്യുന്നവരായിരിക്കും, മറ്റേതെങ്കിലും കോഴ്സ് പഠിക്കുന്നവരായിരിക്കും, അല്ലെ വേറെ ഏതെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് 30 മിനിറ്റൊക്കെ നമുക്ക് മാക്സിമം ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ക്ലാസ് കാണുക, കുറച്ച് പോയിന്റുകൾ പഠിച്ച് ഇപ്പോഴേ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനറൽ സയൻസ് ടോപ്പിക്കും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്ലാസ് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.